അപ്പൊ ഇന്നിപ്പോ അതാവും, റെക്കോർഡാവും. എന്ത് റെക്കോർഡ്? കഴിഞ്ഞ കളി ഞങ്ങൾ 256 അടിച്ചു, ഇന്ന് 300 അടിച്ചു. നിങ്ങളെ ബൗളിങ്ങിന്റെ അവസ്ഥ നിങ്ങൾ 256 അടിച്ചത് രാജസ്ഥാനൊന്നുമില്ല. രാജസ്ഥാൻ എന്താ വേറെ ടീം. അതെ അതെ, ഉസാറ് ടീമാണ്, ഉസാറ് ടീമാണ്. കഴിഞ്ഞ കളിയിൽ തലക്കി തോൽപ്പിച്ച കണ്ടു. പന്തിന്റെ എന്ത്, അതാണ് ഏറ്റവും വലിയ കളി തമാശ. 27 കോടി വാങ്ങിച്ച് നമുക്കൊരു ഡക്ക് ലാസ്റ്റ് സ്റ്റംപ് ചെയ്യാനുള്ള അവസരം. ആ 27 കോടിന്റെ മൂല്യം എന്താന്നുള്ളത് നിങ്ങൾ ഇന്ന് അറിയാം. അതറിയാം 27 കോടിന്റെ മൂല്യം എന്താന്നുള്ളത്. അതൊരു പൂജ്യമാണ് അതിന്റെ മൂല്യം എന്നുള്ളത്. അതായത് ഒരു മൂല്യം ഇല്ലാത്താണ് ഇന്ന് ആ 20. കഴിഞ്ഞ കളിയിൽ 0 അതറിഞ്ഞു. അതിന് മുമ്പിൽ 27 വരും. നോക്കിക്കോളേണ്ടി അപ്പൊ ഉണ്ടാവും കളി. ഒന്നും ഉണ്ടാവൂല. 27 കോടി നമുക്കറിയാം. ഇനിയിപ്പോ എന്താ കാട്ടാൻ പോകുന്നത്. പന്തിന്റെ അടികളൊക്കെ കണ്ടുകണ നിങ്ങളെ കമ്മിൻസിനൊക്കെ എടുത്ത് സിക്സർ വളർത്തും. അതെ അതെ, കഴിഞ്ഞ കളി തന്നെ നല്ലോണം കിട്ടിക്കണു, പള്ളർച്ച കിട്ടി. ഞങ്ങൾക്ക് 256 റൺ ഉണ്ട്. അപ്പൊ പിന്നെന്താ, അപ്പൊ അതിനനുസരിച്ച് എറിഞ്ഞാൽ മതി. കളി ടൈറ്റ് ആവണില്ലല്ലോ. ഇന്നിപ്പോ നിങ്ങളിപ്പോ ഒരു പന്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എന്നിട്ട് പന്ത് ഞങ്ങൾക്ക് ആരൊക്കെ ഉള്ളത്? അഭിഷേക്, ട്രാവിസ്, രണ്ടാളും കൂടെ തുടങ്ങും. തൊട്ടു പിന്നാലെ ഇഷാൻ കിഷൻ, കഴിഞ്ഞ കളി സെഞ്ചുറിയാണ്. പിന്നെ നിതീഷ് കുമാർ, ഹെൻറി ക്ലാസൻ. നിങ്ങൾ താങ്ങുമോ? എവിടെ താങ്ങും? ഞങ്ങൾക്ക് നല്ല രവി ബിഷ്ണോയ് ഉണ്ട്. അടിപൊളി തല്ലാൻ ക്ലാസ്സിനെ ഔട്ടാക്കാൻ ആവേശിക്കാൻ വരൂലെന്നേ. ആവേശത്തോട് കൂടി വരും. ആവേശക്കാരന്റെ ആവേശത്തില് നിങ്ങളെ ബാറ്റ്സ്മാൻമാര് മൊത്തം പോരും. കഴിഞ്ഞാൽ ഇപ്പൊ ആവേശമില്ലാത്ത തോറ്റിണ്ടാവുക. അതുണ്ട്, അതൊക്കെ ഒരു പ്രശ്നം തന്നെയല്ലേ. ഞങ്ങൾക്ക് ബൗളിംഗ് കുറച്ചൊരു മോശം. അതാണ് നിങ്ങൾ പ്രശ്നം. നിങ്ങൾക്ക് ബൗളിംഗ് ഇല്ല. ഇന്ന് കുറച്ചും കൂടി സ്ട്രെങ്ത് കൂട്ടി വരില്ലേ. ഷാർദുൽ താക്കൂറിന് കഴിഞ്ഞ കളിയിൽ കൊടുത്ത് 2 ഓവർ നിങ്ങൾ ക്യാപ്റ്റൻ ചെയ്താലും അത് ആ സ്പിൻ പിച്ചില് ഞങ്ങൾ പിന്നെ എന്താ ഫാസ്റ്റ് ബോളർക്ക് കൊടുക്കില്ല, അങ്ങനെയല്ലോ. അയനൂസാറായിട്ട് 2 ഓവർ എറിഞ്ഞൊരു മനുഷ്യൻ ഷാർദുൽ താക്കൂർ. അല്ല, എന്നിട്ട് കാര്യമൊന്നുമില്ല. വേറെ കാര്യം, അമ്മാരി തല്ലാണ് അവിടെ അസുദോഷ് തച്ചുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ അതിപ്പോ 2 ഓവറിൽ 19 റണ്ണിന് 2 വിക്കറ്റ് ഒക്കെ എടുത്തിക്കണ ഒരു മനുഷ്യന് ഓവർ എടുക്കാതെ വല്ലാത്ത ജാതി. അത് ഞങ്ങൾ ആ ക്യാപ്റ്റന്റെ ലോജിക്ക് വെച്ച് ചെയ്തതാണ്. എന്താണ്, സ്പിൻ പിച്ചില് ഒരു മീഡിയം പേസർക്ക് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് സ്പിൻ കൊടുത്ത് കളി അത് ആ ചങ്ങായി ഭയങ്കര അടിയല്ലേ, പേരും അടിയായതുകൊണ്ട് പോയി. ഒരാളടിച്ച് നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 5-6 ആൾക്കാർ. അത് ഞാൻ പറഞ്ഞില്ല, ആവേശക്കാനുണ്ട്. അത് മതി. ഞങ്ങൾ ഭയങ്കര ആവേശത്തോട് കൂടി നിങ്ങളെ ബാറ്റിംഗിൽ ആരൊക്കെയല്ല. കഴിഞ്ഞ കളിയില് മില്ലർ ഫോമായി, പൂരന് ഫോമായി, മാർഷക്ക് എന്തൊരു ബോൾ ചെയ്യാൻ പറ്റുന്നില്ല. ബോളിംഗ് കൂടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് അയാളെ കളിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബൗളിംഗ് ഷോട്ട് ആവുകയാണ്. അത് ഞങ്ങൾ തന്ത്രാക്കൂലേ. കളി തോറ്റു. സബ് ഇറക്കണമെങ്കിൽ ഇപ്പൊ വിദേശ താരത്തിന് പകരം സബ് ഇറക്കണമെങ്കിൽ, വിദേശിനെ സബ് ഇറക്കണമെങ്കിൽ നിങ്ങൾ 3 വിദേശ താരങ്ങളായിട്ട് കളിക്കേണ്ടി വരൂലേ. അല്ലേ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇറക്കാനുള്ള ഇന്ത്യക്കാർ ആരെങ്കിലും അല്ലേ. അതായത് ഇന്ത്യക്കാർ മോശം എന്നല്ല പറഞ്ഞത്. നിങ്ങളെ പ്രധാന ബോളർമാരൊന്നും ഇല്ലാതെ പിന്നെ ആരെങ്കിലും അതൊക്കെ പന്ത് മാനേജ് ചെയ്യും. പന്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ധോനിന്റെ ഒപ്പം നിന്ന് കണ്ടൊക്കെ മൂപ്പര് ധോനിന്റെ കട്ട ഫ്രണ്ട് ആണെന്നല്ലാതെ ധോനിനെ അങ്ങനെ തന്ത്രങ്ങളൊക്കെ പഠിച്ചു വരും. അതെ അതെ, ആ പഠിച്ചാണ് ഇപ്പൊ കഴിഞ്ഞ കളി കണ്ടത്. അതായത് രായുഡു പറഞ്ഞിട്ട് മറ്റേ ധോനി ആണെങ്കിലും കഴിഞ്ഞ കളിയിൽ സ്പിന്നർ തന്നെയാണ് എറിയിപ്പിച്ചുള്ളൂ. കളി അങ്ങനെ തന്നെയാണ് ജയിച്ചിട്ടുണ്ടല്ലോ. ലോജിക്കാണ് കളി തോറ്റത്. ലോജിക്ക് അത് തന്നെയല്ലേ. വിക്കറ്റ് എടുത്തിക്കുന്ന ബൗളർക്ക് ഓവർ കൊടുക്കാത്തല്ല. അത് കളി തോറ്റുകാണ്ട് പിന്നെ ആ ഒരു കളിയുടെ ഫ്ലോയില് അതാണ് ലോജിക്ക്. ഈ പൂറനും മറ്റേ മാർഷും ഇവരൊക്കെ അല്ല മില്ലറൊക്കെ എപ്പോഴെങ്കിലും കത്തുന്ന ഒരു വെൽക്കാണ്. കളിയാണ് മില്ലർ, എപ്പോഴെങ്കിലും കത്തും, അത്ര തന്നെ. അന്നിപ്പോ കളി പുറത്തതിന്റെ മില്ലർ പൂരനൊക്കെ എന്ത് അടിയാണ്. പൂറനല്ല ഇറങ്ങിയ അടിയാണ്. അതിനേക്കാൾ അടിച്ചാൽ ഇവിടെ ആൾക്കാരില്ലേ. ഇവിടെ തല ഉണ്ട്, ട്രാവിസ് ഹെഡ്. മറ്റേ തലല്ലേ, ഞങ്ങളെ തല, ശരിക്കുള്ള തല ട്രാവിസ് ഹെഡ്. ട്രാവിസ് ഹെഡ് ഫുള്ള് ഹെഡ് അങ്ങനെ അടിക്കന്നെ. വീസിന്റെ ഫുള്ള് കൊള്ളിടുന്നുള്ളൂ. അല്ലെങ്കിൽ കൊള്ളുണ്ട്, നല്ല കൊള്ളാത്തൊരു ദിവസം ഇന്നായിരിക്കും. ഒരാൾക്ക് കൊള്ളായിരുന്നെങ്കിൽ കാര്യമില്ലല്ലോ. ഇത് പിടിച്ചതിനേക്കാളും വലുതാണ് മാളത്തിൽ നടന്ന പോലെയുള്ള അടുത്ത് വരല്ലേ. അങ്ങനെയാണ് ലേലത്തിന് വിളിച്ചത്. അല്ലാതെ പന്തുണ്ട് 27 കോടി പന്തിന്. ബാക്കി അതിപ്പോ പന്തിന് 27 കോടി കൊടുത്തപ്പോ കുറച്ച് പൈസ കുറഞ്ഞു. എന്താ ചെയ്യാ, ബാക്കി പിന്നെ ഞങ്ങൾ എടുത്ത് ഒരു അഡ്ജസ്റ്റ് ചെയ്തില്ലേ. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യലൊക്കെ ഇന്ന് കാണും. ഫസ്റ്റ് കളി നിങ്ങൾ തോറ്റക്കല്ലേ, രണ്ടാമത്തെ കളിയും തോൽക്കും. ഈ തവണ 27 കോടി വെള്ളത്തിൽ.